ഇപ്പോൾ ഉടമ്പടി ചിലർ പറയും ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്തെന്ന് പറയും. അപ്പോൾ ചിലർ പറയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ ഈശോയോട് ഉടമ്പടി ചെയ്തെന്ന് പറയും. രണ്ടും ശരിയാ. പരിശുദ്ധ അമ്മയോട് നിങ്ങൾ ഉടമ്പടി ചെയ്താലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോട് ഉടമ്പടി ചെയ്താലും കണ്ടൻ്റ് വൈസ് ഉടമ്പടിക്ക് ഒരു സംഭവമേ ഉള്ളൂ. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തോളാം, അത്രേ ഉള്ളൂ. നിങ്ങളത് അമ്മയോട് പറയുകയാണ്, അമ്മയുടെ ഞങ്ങൾ ഉടമ്പടി ചെയ്യുകയാണ്, ഞങ്ങൾ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാം. നിങ്ങൾ ഈശോയോട് പറയുകയാണ്, ഈശോ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ അങ്ങോട്ട് ഉടമ്പടി ചെയ്യുന്നു, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിച്ചോളാം. അപ്പോൾ ആരോട് ഉടമ്പടി ചെയ്താലും കണ്ടൻ്റ് വൈസ് ഡു വാട്ട് ഹീ ടെൽസ് ആണ്, അവൻ പറയണത് പോലെ ചെയ്യുക. ഈ ദിവ്യരഹസ്യം വെളിപ്പെടുമ്പോൾ അതിൻ്റെ രണ്ട് ആൾക്കാരാണ് ഇതിൻ്റെ ദിവ്യരഹസ്യം എൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചത്. ഒന്ന് ഫസ്റ്റ് ഹാൻഡിൽ വിജയകുമാറിനാണ് ആദ്യത്തെ നോട്ട് കിട്ടുന്നത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത്. എഗ്രിമെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ സാറിൻ്റെ സാറൊരു ബിസിനസ് മാൻ ആയത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് എഗ്രിമെൻ്റ് എന്നാണ്. സാർ അത് എൻ്റെ അടുത്ത് പാസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അത് കവനൻ്റാണ്, ബൈബിളിൽ എഗ്രിമെൻ്റ് ഇല്ല, ഉടമ്പടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും സാക്ഷികളാണ്. ഉടനെ ഞാൻ പറഞ്ഞു, സാറേ ഇപ്പോഴും ദൈവം വേറെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും, അതുകൊണ്ട് പേപ്പർ എടുക്കാൻ പറഞ്ഞ്. ഉടനെ സാറ് പെട്ടെന്ന് നമ്മുടെ മലയാളം പള്ളി ലേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് സാറിൻ്റെ ബാഗ് തുറന്നിട്ട് പേപ്പർ എടുക്കും. പേപ്പർ എടുത്തിട്ട് ഒരെണ്ണം കീറി എനിക്കും തരും, ഒരെണ്ണം സാറിനും തരും. പിന്നെ 4 ജപമാലയുടെ സമയമാണ്. ഞാൻ നേരെ കിഴക്കോട്ട് പോയിട്ട് ബേഗല മാതാവിൻ്റെ അടുത്ത് പോയി 4 ജപമാല ചെല്ലും. അപ്പോൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ അമ്മ ഇങ്ങനെ തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇപ്പം നടക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ ഓർത്ത് ഞാൻ തിരിച്ച് സാറിൻ്റെ അടുത്ത് വരുമ്പോൾ സാറും അനുഗ്രഹങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയും. സാറാണെങ്കിൽ ഈ വിഷം കയറിയതുപോലെ ഇങ്ങനെ മ്ലാനമായിരിക്കണം. എന്നുവെച്ചാൽ മുഴുവനും പാപങ്ങൾ എഴുതി വെച്ചിരിക്കണത്. അപ്പോൾ ഇത് തമ്മിൽ ടാലി ആകുന്നില്ല. സാറിൻ്റെ പേപ്പർ മുഴുവൻ പാപങ്ങൾ, അത് മനുഷ്യൻ വെറുത്തുപേക്ഷിക്കേണ്ട പാപങ്ങൾ. എൻ്റെ പേപ്പറെ മുഴുവനും അനുഗ്രഹങ്ങൾ. ഇത് കൂട്ടി വെച്ചപ്പോൾ അവിടെ വെച്ച് ഈശോ തന്ന വെളിപാടാണ് നിങ്ങൾ പശ്ചാത്തപിക്കുകയും. അതുപോലെ തന്നെ എന്താ സംഭവം? ഐശയില്ലേ, അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ അതാണ് ബേസിക്. ഈ ബേസിക്സ് ഇവിടെ കൊണ്ടുവന്ന് ഈ അണുബോംബ് പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ ഫോർമുലയാണ് നമുക്ക് അമ്മ തന്നത്. അപ്പം ഞാൻ അന്ന് പോലും വളരെ നിശബ്ദനായിപ്പോയി. എന്നുവെച്ചാൽ ഇത് എങ്ങനെയാണ് ജനങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ, പ്രാക്ടിക്കൽ നോളജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി എന്തെല്ലാം കടമ്പകളാണ് വരാൻ പോകുന്നതിനെക്കുറിച്ചും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എനിവേ ദൈവം പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഒരു യാന്ത്രികമായിട്ട് യന്ത്ര മനുഷ്യനെ പോലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോട് ബന്ധപ്പെട്ട് മാതാവിനെ എടുത്ത് വെക്കുക, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത് ആ ചൊല്ലുക. ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിലാണ് ഈ വേളാങ്കണ്ണിയിലെ ഈ ഉടമ്പടി നൽകണത്. ആ ഉടമ്പടി നൽകിക്കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെയാണ് ജനം അക്സെപ്റ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെ, ജനം അക്സെപ്റ്റ് ചെയ്യണത് തന്നെയല്ല, ഇവിടെയുള്ള സ്റ്റാഫ് അത് ഏത് രീതിയിലെടുക്കും. കാര്യം ഇവിടെ നല്ലവണ്ണം വലിയ താമസിച്ചുള്ള നല്ല ധ്യാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന കാലമാണത്. നല്ല ധ്യാനങ്ങൾ. അപ്പോൾ ആ നല്ല രീതിയിൽ ഓരോ കൂട്ടായ്മ, യുവജനങ്ങൾക്ക് കൂട്ടായ്മ, അതിൽ ദമ്പതികൾക്ക് കൂട്ടായ്മ, പൊതുവായിട്ട് ജനങ്ങൾക്ക് കൂട്ടായ്മ, അങ്ങനെ എല്ലാ മേഖലകളിലും ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരുന്ന കാലമാണത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പെട്ടെന്നൊരു പുതിയ കൺവേർഷൻസ്, ട്രാൻസിഷൻസ് വരുമ്പോൾ സ്റ്റാഫ് എങ്ങനെ അതിനോട് അക്സെപ്റ്റ് ചെയ്യുമെന്നും അതിൽ നിന്ന് എന്തുമാത്രം കാര്യം. മറ്റതും ഇങ്ങനെ ആൾക്കാർ എല്ലാ ചൊവ്വാഴ്ചകളിലും ആദ്യ ചൊവ്വാഴ്ചകളിലും ആൾക്കാർ തോരാതെ സാക്ഷ്യം പറയുമായിരുന്നു. പക്ഷേ ആദ്യ ചൊവ്വാഴ്ചകൾ മാത്രമേ ഉള്ളത്. ഇന്നത്തെ പോലെ എല്ലാ ദിവസവുമില്ല.
പണ്ട് മാസത്തിൽ ഒരിക്കൽ നടന്ന സാക്ഷ്യമാണ് ഇന്ന് ഉടമ്പടി വന്നപ്പോൾ 31 ദിവസം നടക്കുന്നത്. അപ്പോൾ 30 ഇരട്ടിയാണ് കൃപാസനം വളർന്നിരിക്കുന്നത്. 30 ഇരട്ടി ഈ ഉടമ്പടിയോടുകൂടി. പിന്നെ എല്ലാ കൂട്ടായ്മയും സബ്സിഡായിട്ട് ഉടമ്പടി മാത്രമായി. ഉടമ്പടി മാത്രമാകുന്നതിന് ഇങ്ങനെ ഇവിടെ ഉടമ്പടി തുടങ്ങിയോടുകൂടി പെട്ടെന്ന് സഭയിൽ ഒരു എതിരഭിപ്രായം വന്ന്, രഹസ്യമായിട്ട്, പരസ്യമായിട്ടല്ല. അപ്പം പലയിടത്തുനിന്നും ഇവിടെ വിളിച്ച് ചോദിക്കാനൊക്കെ തുടങ്ങി. രൂപതയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, എന്താണ് ഉടമ്പടി, ഇത് പുതിയ പ്രാർത്ഥനയാണല്ലോ, ഇത് ആര് പറഞ്ഞു, ഇത് സഭ അംഗീകരിച്ചാണ്, ഇതിൻ്റെ കണ്ടൻറ് എന്താണ്, ഇത് ഹെറസിയാണ്. അങ്ങനെ കുറേ രീതിയിൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ജോമോൾ എന്നോട് പറഞ്ഞ് ഇതിന് ഇഷ്യൂസ് വരുന്നുണ്ട്, നമ്മളെന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കോയമ്പത്തൂർ നിൽക്കുകയാണ്, ഞാനുണ്ട്, സാറുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ നിൽക്കുമ്പോൾ എനിക്ക് വേറൊരു ട്രബിൾ വന്നതിന് ശേഷം ഞാൻ വളരെ ഫ്ലാറ്റായിപ്പോയി. അപ്പോൾ സാർ എന്നെ കോയമ്പത്തൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര ഒരു ടൈറ്റ് ടൈമായിരുന്നത്. കാര്യം ഡോക്ടർ വരാൻ സമയം നിൽക്കുന്നു. അപ്പോഴേ എനിക്കാണെങ്കിൽ ഈ മാറ്റർ നാളെ സത്യദീപത്തിൽ അടിച്ച് വന്നിട്ട് ഇത് സഭയ്ക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ സഭ ഇത് ബാൻ ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് വന്ന്. അപ്പം അങ്ങനെ ഞാൻ ജോമോളിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണ ജോമോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആ സമയത്താണ് അമ്മ പറഞ്ഞത്, അവൻ പറയണത് പോലെ ചെയ്യുകയെന്ന്. ആദ്യത്തെ ഉടമ്പടി ആ സംഭവം ഇല്ല. പിന്നീടാണ് ഈ ജോമോൾ ഇതിൻ്റെ രംഗത്ത് വരണത്, ഇതിൻ്റെ ഭാഗമായി ഉടമ്പടിയുടെ ഒരു വെളിപാടിൻ്റെ ഒരു എൻഡായിട്ട് വരണത്. അപ്പോൾ അവിടെ വെച്ചാണ് ആർട്ടിക്കിൾ എഴുതണത്. അതൊരു വല്ലാത്ത ആർട്ടിക്കിൾ. അതോടുകൂടി എല്ലാം സ്റ്റോപ്പായി, എല്ലാ വിവാദങ്ങളും സ്റ്റോപ്പായി. ബിഷപ്പ് ഹൗസിലേക്ക് എന്നെ പിറ്റേ ദിവസം വിളിപ്പിച്ചു. പിറ്റേ ദിവസം വിളിപ്പിച്ചതോടുകൂടി ഞാൻ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യാമെന്ന് ജനങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയോട് പറയണം. അപ്പോൾ എന്നെ ബിഷപ്പ് ഹൗസ് അതിനാൽ ഓക്കെ ആയി. എന്താണ് സഭ തന്നെ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈശോ പറയണ പോലെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിക്കുക, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. പക്ഷേ ഇതെല്ലാം ചിന്തിച്ചോ ആലോചിച്ചോ കരുതിക്കൂട്ടിയുള്ളൊരു നടപടിയല്ല. ഇതെല്ലാം അവിടെ അത്യന്താപേക്ഷിതമായൊരു സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളായിട്ടാണ് ഇത് വന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയുമുണ്ട്, ഒരു ഫാബ്രിക്കേഷൻസ് അല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഈ സത്യസന്ധതയ്ക്ക് ഇങ്ങനെ ദൈവം ഓരോരോ ഘട്ടങ്ങളിൽ ഇതിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു നന്മയാണോ, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വിജയകുമാർ സാറിനെ ഇവിടെ നിർത്താമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പദ്ധതിയിൽ വിജയകുമാർ സാറ് മറ്റൊരു സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്, മിഷൻ വ്യാപിക്കുന്നതിനെക്കുറിച്ചാണ് മാതാവിൻ്റെ പദ്ധതി. അല്ലെങ്കിൽ ഇതിൻ്റെ നേരവകാശി, ശുശ്രൂഷയുടെ നേരവകാശി എന്ന രീതിയിൽ എല്ലാ ദിവസവും സാറിനെയും കൗൺസിലിംഗ് വെച്ചിട്ട് സാറിനെ ഇവിടെ നിർത്താമായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ മെച്ചമായ രീതിയിൽ സാർ ഇവിടെയും പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂർ നമുക്ക് വലിയൊരു കൂട്ടായ്മ ഉണ്ട്. ഇപ്പോൾ ക്ലമൻ്റൊക്കെ ഇവിടെ ഉണ്ട്, പല ശക്തരായ പ്രവർത്തകരുണ്ട് അവിടെ. ഒരു കോയമ്പത്തൂർ മാത്രമല്ല, ഇപ്പോൾ കുഴുമൂറും അതുപോലെ തന്നെ ട്രിച്ചിയിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ വ്യാപിച്ച് സാറിൻ്റെ ഉടമ്പടി കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 7 സ്ഥലത്ത് മറ്റേ കോയമ്പത്തൂർ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ ഒരു ദൈവം നമ്മൾക്ക് പ്രവർത്തിക്കണത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നല്ല ക്ലൈമറ്റിൽ ഒരിക്കലും സുവിശേഷം പ്രവർത്തിക്കത്തില്ല. അത് നിങ്ങൾക്കും ഉള്ള വിഷയം അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനത്തിലും ഒരിക്കലും സുവിശേഷം വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവാനുഗ്രഹം. ഇപ്പം നിങ്ങൾ സങ്കടത്തിൻ്റെ കാലമാണ്, ഇപ്പം സുവിശേഷം വർക്കൗട്ട് ചെയ്യും. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളക്കുന്നു, അതാണ് സംഭവം. അതാണ് സങ്കീർത്തനം പറയണത്. മഴ പെയ്യുമ്പോഴാണ് വിത്ത് പൊട്ടിമുളക്കണത്, ഈ വചനം പൊട്ടിമുളക്കണതും ഫലം നൽകണതും. അപ്പോൾ സങ്കടത്തിൻ്റെ കണ്ണീരിൻ്റെ മഴ പെയ്യണ കാലമാണ്, നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം മുളച്ചു വരുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ നിങ്ങൾക്ക് തന്നെ ട്രെയിനിങ്, ഈ മഴക്കാലത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ചില ആത്മഹത്യ ചെയ്യും അല്ലേ,
ചിലർ വീട് വിട്ട് പോകും, ചിലർ വെള്ളമടിക്കും. അങ്ങനെയല്ല, ഈ മഴക്കാലത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ടാപ്പ് ചെയ്യാനുള്ള ദൈവികമായ സംവിധാനമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദിവസത്തെ സാക്ഷ്യത്തിലേക്ക് ഉടുത്ത തുണിയാലെ 6 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് പറയുന്ന സ്ത്രീ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വല്ലാത്ത മാറ്റമാണ്. ഈ കണ്ണീരിൻ്റെ കാലത്ത് അവരിന്ന് സ്വിറ്റ്സർലൻഡിലോ അയർലൻഡിലോ ആണ്. ഈ ഉടുത്ത തുണിയാലെ കുഞ്ഞിനെയുമായിട്ട് കുളത്തിച്ചാടാൻ പോയ സ്ത്രീ ഒറ്റ ഉടമ്പടിയാണത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത്, പിന്നെ എനിക്ക് നിങ്ങളോടുള്ള നീരസം എന്ന് പറയുന്നത്, പലരും ക്ലാസ് ശ്രദ്ധിക്കാതെയും ഉടമ്പടി റൈറ്റ് ഫോളോ ചെയ്യുന്നില്ല. ഉടമ്പടി റൈറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വസ്തുസ്നേഹം പറ്റത്തില്ല, വ്യക്തിസ്നേഹം ഉണ്ടാകണം. നിങ്ങളിൽ ഉടമ്പടി ചെയ്യുന്ന ഒരു 60% വ്യക്തികൾക്ക് വസ്തുസ്നേഹത്തിലാണ് ഇരിക്കുന്നത്. വസ്തുസ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ മാറ്റർ, IELTS അല്ലെങ്കിൽ PR അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ രോഗസൗഖ്യം, ആ ഒരു വിഷയത്തിനാണ് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ വന്നാൽ ഇത് ലാഗ് ചെയ്യുക ഉടമ്പടി. മറിച്ച് ദൈവസ്നേഹം ഉണ്ടാകണം. എൻ്റെ കണ്ണീര് കർത്താവ് തുടക്കും, അതിന് കർത്താവിന് സമയമുണ്ട്. ഇനി അമ്മ ആ സമയം എനിക്ക് അനുകൂലമല്ലെങ്കിൽ അമ്മ ടൈം ഷോർട്ട് ചെയ്യും. അതെനിക്ക് അമ്മയുണ്ട്, ഇപ്പം കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവ് എന്നാണ് ആൾക്കാരെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബേസിക്കായിട്ട് മാതാവ് സഞ്ചാരിയാണ്. നമ്മൾ ബൈബിൾ എപ്പോൾ നോക്കിയാലും അമ്മ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ കാണാം. പക്ഷേ അതല്ലല്ലോ, ഈ കാലഘട്ടം സഞ്ചാരത്തിൻ്റെ കാലഘട്ടമാണ്. എല്ലാ മനുഷ്യരും വിട്ട് പോവുകയാണ്. ചിലർ ഒറ്റക്ക് പോകുന്നു, ചിലർ പെട്ടക്ക് പോകുന്നു, ചിലർ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിസ പ്രശ്നം കാരണം കൊണ്ടുപോകാൻ പറ്റണില്ല, അവർ ഒറ്റക്ക് പോകും. അപ്പോൾ ഒറ്റക്ക് പോകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഒറ്റക്ക് പോകണത് എങ്ങനെയാണ്? പോകുമ്പോൾ ഉണ്ടാകും നമുക്ക് ആദ്യത്തെ സങ്കടം എന്താ? നിങ്ങൾ ആദ്യമായിട്ട് ഈ ജന്മത്തെ ആദ്യമായിട്ട് കുഞ്ഞുനാൾ എപ്പോഴാണ് നിങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയത്? ഹോസ്റ്റലിലോട്ടോ പഠിക്കുന്ന സ്ഥലങ്ങളിലേക്കോ ഒറ്റയ്ക്ക് പോയത്. അപ്പം നിങ്ങൾ എവിടെ നിന്നാണ് പോണത്? നിങ്ങളുടെ മനസ്സിലെ ആദ്യത്തെ ദുഃഖം എന്താണ്? ഈ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ സങ്കടം എന്താണ്? അമ്മയെ വിട്ട് പിരിഞ്ഞല്ലോ എന്നാണ്, അല്ലേ? ആദ്യം സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലുണ്ടാകുന്ന ആദ്യ ദുഃഖം എന്താണ്? അമ്മയെ വിട്ട് പിരിഞ്ഞല്ലോ. ആ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളിൻ്റെ കൂടെ ദൈവം അമ്മയെ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. അമ്മയെ നീ വിട്ടു പിരിയുന്നില്ല, നിന്നെ പ്രസവിച്ച അമ്മ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നെ ആത്മീയമായ പെറ്റ അമ്മ നീ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. അങ്ങ് അമ്മ അനുഭവത്തിൻ്റെ ഒരു വലിയ ഒരു സാർത്ഥക തലങ്ങളിലാണ് ഉടമ്പടി ശരിക്കും ഉടമ്പടിയായി തഴച്ചു വളരുന്നത്. അപ്പോൾ ഈ ആധ്യാത്മിക അനുഭവത്തിൻ്റെ പങ്കാളി അതാണ് പ്രേക്ഷിതരെന്ന് പറയും. ഞാൻ